തിരൂർ നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. UDF സംവിധാനത്തിൽ ആകെയുള്ള 40 സീറ്റുകളിൽ 27 സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും 13 സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ 27 ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 26 വാർഡുകളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെയുള്ള 26 സ്ഥാനാർത്ഥികളിൽ 23 പേരും 50 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ്. സ്വാഭാവികമായും തിരൂരിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് ഒരു പുതിയ മുഖം, ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. മാത്രവുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി പലപ്പോഴും പറയാറുണ്ട്, ഈ സംവരണ സീറ്റുകളിൽ മാത്രം മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടുമ്പോൾ മാത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ നിർത്തുന്ന ഒരു പാർട്ടി എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. നറുക്കെടുപ്പ് നടന്നപ്പോൾ, സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതിയിൽ പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റു 2 വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്. മാത്രവുമല്ല, അതിൽ ഒരു ജനറൽ വാർഡിൽ ആണ് ഞങ്ങൾ വാർഡ് 7 ഒരു പുരുഷ വാർഡിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സഹോദരിയെ ഞങ്ങളിപ്പോൾ മത്സരിപ്പിക്കുന്നത്. ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം വാർഡ് 34 കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ട സീറ്റാണെങ്കിൽ പോലും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ 34-ാം വാർഡിൽ മത്സരിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. വാർഡ് 2 താഴേപ്പാലം TE അബൂബക്കർ എന്ന ബാബു. വാർഡ് 3 നടുവിലങ്ങാടി KV റജുല. വാർഡ് 4 പൂക്കയിൽ TC സുബൈർ മാസ്റ്റർ. വാർഡ് 5 പെരുവഴി അമ്പലം OP ഫായിസ സമീർ. വാർഡ് 7 തുമരക്കാവ് പ്രസന്ന പയ്യാപന്ത. വാർഡ് 8 പൈങ്ങോട്ടുപാടം സൈബുന്നീസ നെടിയിൽ. വാർഡ് 9 ചെമ്പ്ര നോർത്ത് KP അന്നത്ത്. വാർഡ് 10 ചെമ്പ്ര T ബിജിത. വാർഡ് 11 കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ. വാർഡ് 12 മൈലാടിക്കുന്ന് അൻവർ പാറയിൽ. വാർഡ് 14 കോട്ട് ഈസ്റ്റ് ഹഫ്സത്ത് പൂന്തല. വാർഡ് 15 പരന്നേക്കാട് ശ്രീരാഗ് എന്ന ഉണ്ണി. വാർഡ് 17 വാരിയത്തറ കീഴത്തിൽ ഇബ്രാഹിം ഹാജി. വാർഡ് 18 കല്ലിങ്ങൽ IP ഷാജിറ. വാർഡ് 19 കോട്ട് വെസ്റ്റ് NK ഷഹീദ്. വാർഡ് 20 പനമ്പാലം ഉബൈദ് കല്ലിങ്ങൽ. വാർഡ് 21 ഏഴൂർ ഈസ്റ്റ്
ഫാസിൽ പൊട്ടച്ചോല. വാർഡ് 23 വടക്കമുത്തൂർ IP സീനത്ത്. വാർഡ് 24 മുത്തൂർ TK ഹഫ്സത്ത്. വാർഡ് 25 ഏഴൂർ വെസ്റ്റ് KK റിയാസ്. വാർഡ് 26 ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ്. വാർഡ് 28 തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ. വാർഡ് 31 സൗത്ത് അന്നാര ആഫിയ ടീച്ചർ. വാർഡ് 37 തുഞ്ചംപറമ്പ് കോയക്കുട്ടി പാറപ്പുറത്ത്. വാർഡ് 38 തുഞ്ചംപറമ്പ് ഈസ്റ്റ് ഷിജി പള്ളിയേരി. വാർഡ് 40 നോർത്ത് അന്നാര വി അലി അഷ്കർ. ഇങ്ങനെ പാർട്ടിയുടെ 26 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സീറ്റുകളിലൊക്കെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക.